Hello, hi, welcome back to my channel. അപ്പോൾ ഇന്ന് നമുക്കൊരു കുക്കർ ബിരിയാണി എങ്ങനെ ഉണ്ടാക്കാം ഈസിയിലും എളുപ്പത്തിലും നോക്കാം. അതിനായിട്ടൊരു കുക്കർ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് നമ്മളുടെ എണ്ണ ചൂടായി വന്നതിന് ശേഷം നമുക്ക് നമ്മളുടെ സ്പൈസസ് ഇട്ട് കൊടുക്കാം. പിന്നെ അതിലേക്ക് കറിവേപ്പിലയും ഉള്ളിയും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ലോണം മൂത്ത് വരുമ്പോഴത്തേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. നല്ലോണം വേഗം മൂത്ത് വരാനാണ്. നല്ലോണം വഴറ്റിയിട്ടെടുക്കാം. നല്ലോണം കളർ ചേഞ്ച് ആവണം. നല്ല റെഡിഷ് കളറാവണം. അതിൻ്റെ അടുക്കുന്ന അരിനെ കഴുകിയിട്ട് നല്ലോണം സോക്കാവാനായിട്ട് വെച്ചിട്ടുണ്ട്. വെളുത്തുള്ളിയും ഇഞ്ചും പച്ചമുളകും ചെറുങ്ങനൊന്ന് ക്രഷാക്കിയിട്ട് കൊടുത്തിട്ടുണ്ട്. ഉള്ളി മൂത്ത് വന്നപ്പോൾ ഞാൻ അതിലേക്ക് തക്കാളി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. തക്കാളി നല്ലോണം ഒടിഞ്ഞ് വരണം. അപ്പോൾ നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിൻ്റെ പേസ്റ്റ് ഇട്ടിട്ട് നല്ലോണം ഇളക്കിയിട്ടെടുക്കാം. നല്ലോണം ഇളക്കിയിട്ട് മൂപ്പിച്ചിട്ട് എടുക്കുക. ഇത് നല്ല ടേസ്റ്റും ഈസി ആയിട്ടുള്ള ബിരിയാണീൻ്റെ റെസിപ്പിയാണ്. നമുക്ക് വേഗം ഉണ്ടാക്കിയിട്ടെടുക്കാം. ഒരു 10 മിനിറ്റിനുള്ളിൽ ഉണ്ടാക്കിയിട്ടെടുക്കാം. പിന്നെ അതിലേക്ക് ഞാൻ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, മല്ലിപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. കുരുമുളക് പൊടി, പിന്നെ ഗരം മസാലയും പിന്നെ അധികം ഞാൻ ഇട്ട് കൊടുത്തിട്ടുള്ളത് മട്ടൻ മസാലേൻ്റെ പൊടിയാണ്. അപ്പോൾ നിങ്ങളൊക്കെ ചിക്കൻ മസാലേൻ്റെ അത് ഇട്ട് കൊടുക്കുക, ബീഫ് മസാലേൻ്റെ ഇട്ട് കൊടുക്കുക. ഇപ്പം മട്ടൻ മസാലയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെ അതാണ് ഉണ്ടായത്. പിന്നെ കുറച്ച് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ട് കൊടുത്തിട്ട് നല്ലോണം ചിക്കനെ വേവിച്ചിട്ടെടുക്കുക. ചിക്കൻ നല്ലോണം എണ്ണ തെളിഞ്ഞ് വരണം ഈ മസാലയിൽ നിന്ന്. അപ്പോൾ നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുത്താൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും. അതിലേക്ക് കുറച്ച് മല്ലിച്ചപ്പും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം എണ്ണ തെളിഞ്ഞ് വരുന്നത് വരെ കുക്കാക്കിയിട്ട് എടുക്കുക. ചിക്കനും കുറച്ച് വെന്ത് കിട്ടും. എന്നിട്ട് നമുക്ക് അതിലേക്ക് ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് വെള്ളം തിളച്ച് വരുമ്പോൾ നമുക്ക് അരിയിട്ട് കൊടുക്കുക. അരിയിട്ട് കൊടുത്തിട്ട് ഒരു 2 വിസിലാക്കിയെടുത്താൽ ഈസിയും സിമ്പിളും ആയിട്ടുള്ള നമുക്ക് ബിരിയാണി ചെയ്തെടുക്കാൻ പറ്റും. ഈ കപ്പിലാണ് ഞാൻ 1 കപ്പ് അരി എടുത്തിട്ടുണ്ട്. 1 കപ്പ് അരിക്ക് 2 കപ്പ് വെള്ളമാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. വെള്ളം തിളച്ച് വന്നതിന് ശേഷം ഞാൻ അരി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അരി ഇട്ട് കൊടുത്തതിന് ശേഷം മല്ലിച്ചപ്പും പുതിനേൻ്റെ ഇലയും ഇട്ട് കൊടുത്തിട്ടുണ്ട് മുകളിൽ. എന്നിട്ട് 2 വിസിലാക്കിയിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളുടെ ഈസിയും സിമ്പിളായിട്ടുള്ള ബിരിയാണിയുടെ റെഡി ആയിട്ടുണ്ട്. അതിനടുക്കിൽ കുറച്ച് സോയ ഉണ്ടായി, അതിനെ ഞാൻ ഫ്രൈ ആക്കുന്നുണ്ട്. സോയാനെ ഫ്രൈ പാനിലിട്ടിട്ട് കുറച്ച് എണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അടിച്ച് വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ കുക്കാക്കിയാൽ അധികം എണ്ണയില്ലാതെ സോയ നമുക്ക് ഫ്രൈ ആക്കിയിട്ട് എടുക്കാവുന്നതാണ്. അപ്പോഴത്തേക്ക് നമ്മളുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള ബിരിയാണിയാണ്. എല്ലാവർക്കും ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റും. കറണ്ട് അടുപ്പിലും ഉണ്ടാക്കാൻ പറ്റും, ഗ്യാസിലും ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു ഈസി റെസിപ്പിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ബിരിയാണി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബും ചെയ്യുക. അപ്പോൾ ഓക്കെ, ബൈ.